ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവയുടെ തുടർച്ചയായി 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിചിന്തനത്തിൻ്റെ ദൈവ സ്നേഹം അനുഭവിച്ചറിയാനും അത് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഉപമയുടെ ആന്തരാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാനും നമുക്ക് പരിശ്രമിക്കാം. രണ്ടും അഞ്ചും വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിപ്രകാരമാണ്: പരസ്പരം സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആവശ്യമായ സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതായി വരും. ഒരു വ്യക്തിയോട് ആത്മാർത്ഥതയുള്ള സ്നേഹമുണ്ടാകുമ്പോൾ ഈ സഹനങ്ങളാണ് ദൈവത്തിൻ്റെ വെട്ടിയൊരുക്കലുകളായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഒരു വ്യക്തിയെ വെട്ടിയൊരുക്കുക എന്ന് പറയുമ്പോൾ അത് സഹനങ്ങളിലൂടെ ആകാം. നമ്മുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പിതാവിൻ്റെ വെട്ടിയൊരുക്കലുകളായി നമ്മുടെ ജീവിത സഹനങ്ങളെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, അത് ദൈവീകമായ കൃപയൊഴുകുന്ന അവസരമായി നമുക്ക് മാറുന്നത്. പലപ്പോഴും ഫലം പുറപ്പെടുവിക്കാതെ പാവത്തിൽ കഴിയുന്ന അനുഭവമാണ് പല സഭാംഗങ്ങളിലും നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ശാഖ തടിയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവയിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന തരമുള്ള ദൈവീക ജീവൻ അതിനുണ്ട്. എന്നാൽ ചില വ്യക്തികളെങ്കിലുമൊക്കെ ഫലം പുറപ്പെടുവിക്കാത്തവരായി മുരടിച്ചു പോയ ശാഖ പോലെ നിൽക്കുന്നുണ്ട്, സഭയിൽ അംഗങ്ങളായി തുടരുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടെ കരുണ യാചിക്കേണ്ട സ്ഥിതിവിശേഷമാണ് സഭയുടേത്. എന്ന് പറഞ്ഞാൽ, പാപത്തിൽ കഴിയുക വഴിയായി നമുക്ക് നന്മയുടെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് പാപം ഒഴിവാക്കണമെന്ന് പറയുന്നത്. പാപത്തിൽ തുടർച്ചയായി കഴിയുന്നത് വഴിയായി തഴക്കദോഷമുണ്ടാകുന്നു, ദുശീലങ്ങളിൽ അകപ്പെട്ടു പോകുന്നു, അവർക്ക് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കാതെ വരുന്നു. അവർ അനുതാപത്തോടുകൂടെ ദൈവതിരുസന്നിധിയിൽ നിലവിളിച്ച് കരയണം. ഈശോയെ, ഞാൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നു. കുമ്പസാരം എന്ന കുദാശയിലൂടെ സഭാംഗങ്ങളായ എല്ലാവരും ദൈവതിരുസന്നിധിയിൽ അലമുറയിട്ട് കരയുമ്പോൾ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയും പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും സ്വീകരിക്കുന്ന കർത്താവ് നമുക്ക് വീണ്ടും ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപ നൽകുമെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും ഇവിടെ നമ്മൾ കാണുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി തീരുക എന്നുള്ള യേശു കർത്താവിൻ്റെ വാക്കുകളെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇനി നമ്മൾ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ വിചിന്തനമാണ് നടത്തുന്നത്. ആ ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് വചനം കാണുക. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. 15-ാം അധ്യായം 3-ാം തിരുവചനം: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഒരു കുഞ്ഞു വാക്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന കർത്താവിൻ്റെ തന്നെയും വാക്കുകളെ യോഹന്നാൻ ശ്ലീഹ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുക. വചനം കൊണ്ട് ശുദ്ധി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സുഖപ്പെടുത്തുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയും. എപ്രകാരമാണ് വചനത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നതാണ് 3-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന് തുടക്കം കുറിച്ചത് മാമോദീസായിലാണ്. നമ്മൾ മാമോദീസയെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു.
ദൈവീക ജീവൻ സ്വന്തമാക്കുന്ന ആദ്യ അവസരം സഭാംഗമായി തീരുന്ന, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയിലെ അംഗമായി തീരുന്ന മാമ്മോദീസ എന്ന കൂദാശയിലൂടെയാണ്. മാമ്മോദീസയിലൂടെ ലഭിച്ച വിശുദ്ധീകരണം നമ്മിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമ്മോദീസയിലൂടെ ഞാനും നിങ്ങളും സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു വിശുദ്ധീകരണമാണ്. കഴുകി നമ്മളെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ജലം, വെള്ളം മാമ്മോദീസയുടെ പ്രതീകമായി നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളമൊഴിച്ചാണ് ഒരു ശിശുവിനെ, ഒരു വ്യക്തിയെ മാമ്മോദീസ മുക്കുന്നത്. അത് വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്, അടയാളമാണ്. അതുകൊണ്ട് വചനം സ്ഥിരതയോടുകൂടി സ്വീകരിച്ച് അതിലൂടെ ദൈവത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ വിശുദ്ധീകരണമാകുന്ന ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ദൈവത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് വചനത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാകണം. വചനം വായിക്കുമ്പോൾ അത് സ്വർഗീയ പിതാവ് തൻ്റെ വത്സല മക്കളോട് സംഭാഷണം നടത്തുന്ന അവസരമാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വത്തിക്കാൻ്റെ പ്രമാണരേഖയിലും മറ്റും ദൈവവർബും പോലെയുള്ള പ്രമാണരേഖകളിൽ ദൈവവചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വചനം വായിക്കുമ്പോൾ അത് സ്വർഗീയ പിതാവ് വത്സല മക്കളോട് സംഭാഷണം നടത്തുകയാണ്. തീർച്ചയായും വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. ഇതൊരു റെസിപ്രോക്കലാണ്. രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്. ഞാൻ വചനം വായിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെയും വചനത്തിലൂടെ ദൈവപിതാവിൻ്റെ സ്നേഹപൂർവമായ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കാരണം വചനം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. വെറുതെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യമല്ല. ദൈവനിവേശിതരായി എഴുതിയതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുമ്പോൾ അതിൽ ദൈവവചനമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതിലൂടെ ഞാനും നിങ്ങളും അനുഭവിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശരീരം പോലെ തന്നെ പൂജ്യമായി കണക്കാക്കപ്പെടേണ്ടതാണ്. നമ്മൾ മിക്കവാറും പള്ളികളിലൊക്കെ കാണാറുണ്ട്, സക്രാരിയിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന കൂദാശ ചെയ്യപ്പെട്ട തിരു ഓസ്തികൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ പുണ്യമായി മദ്ബഹായിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ദൈവവചനവും ദൈവത്തിൻ്റെ ശരീരവും ദൈവ സാന്നിധ്യമാണ്, ക്രിസ്തു സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കുക, ഈ അനുഭവത്തോടെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാകണം. ഏതാണ് അനുഭവം? ദൈവപിതാവിൻ്റെ സ്നേഹപൂർവകമായ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഭവം. അത് വചനം വായിക്കുമ്പോഴാകട്ടെ, വിശുദ്ധ കുർബാനയിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോഴാകട്ടെ, അവൻ്റെ സജീവമായ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളും 16ഉം 17ഉം വാക്യങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവയ്ക്ക് ഒരേ സന്ദേശമാണ് നൽകാനുള്ളത് എന്ന കാരണത്താലാണ്. നമുക്ക് ബൈബിള് തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ ആദ്യം വായിച്ചു കേൾക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഇനി നമ്മൾ 16-17 വാക്യങ്ങളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്കു നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.
പ്രിയ സഹോദരീ സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു ഉപമയാണ്. വളരെ പ്രസിദ്ധമായ, നമുക്കെല്ലാവർക്കും പരിചിതമായ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ഉപമയാണ്. ഈ ഉപമയിലൂടെ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നവരാകണം, ഐക്യത്തിൽ ജീവിക്കുന്നവരാകണം, പരസ്പരം സ്നേഹമുള്ളവരാകണം എന്നതാണ്. പരിശുദ്ധ കുർബാനയിലുള്ള യഥാർത്ഥ സാന്നിധ്യം നാം അംഗീകരിക്കുന്നുണ്ട്, ഇല്ലേ? പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുനാഥൻ ഉണ്ട് എന്ന് സത്യമായും ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഈശോ കുർബാനയിലൂടെ തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള അവിടുത്തെ സാന്നിധ്യവും സഹവാസവും നവീകരിക്കാനും വളർത്താനും വേണ്ടിയിട്ടാണ്. നമ്മളിലുള്ള ദൈവികമായ സാന്നിധ്യത്തെ അവൻ വളർത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യമായി നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എന്ന് പറഞ്ഞാൽ, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ അവരൊന്നായിത്തീരുന്ന അവസ്ഥയിൽ ഞാനും ദൈവപിതാവിനോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും ഐക്യപ്പെട്ട് ജീവിക്കുന്നവനാകണമെന്നുള്ളതാണ്. ഒപ്പമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലും ഒപ്പമുണ്ടാകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് നമ്മിൽ ഓരോരുത്തരിലുമുള്ള ഈ സഹവാസം വളർത്തുവാനാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാകുന്നത്. സഹവാസം, റെസിഡൻസ്. ഹി റിസൈഡ്സ് വിത്തിൻ മീ. എൻ്റെ മർത്യ ശരീരത്തിൽ അമർത്യനായ ദൈവം, അരൂപിയായ ദൈവം പ്രവേശിക്കുന്നു ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ. അതുകൊണ്ട് ആരാധനയിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ആ സാന്നിധ്യം നമ്മൾ ഏറ്റുപറയുകയാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ സാന്നിധ്യം, അവൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെയാകണം സഹോദരങ്ങളെ നമ്മളൊക്കെയും ജീവിക്കേണ്ടത്. പക്ഷേ അതൊരു ഭക്താനുഷ്ഠാനമായി മാത്രം ഒതുങ്ങിപ്പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാകട്ടെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയാകട്ടെ, ദിവ്യകാരുണ്യത്തിൻ്റെ പ്രദക്ഷിണമാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ കേവലം ഒരു ഭക്താനുഷ്ഠാനം മാത്രമായി ഒതുങ്ങിപ്പോകരുത്. വിശ്വാസവർദ്ധനവിന് ഇത് കാരണമായി തീരണം. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നടത്തുന്ന തിരുനാളുകൾ, പെരുന്നാൾ എന്ന് വിളിക്കാല്ലേ, പെരുന്നാളാണ്. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ നടത്താറുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രദക്ഷിണങ്ങളും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇവയൊക്കെയും ഒരു കെട്ടുകാഴ്ച മാത്രമായി പോകുന്നില്ലേ, കേവലം ഒരു ഭക്താനുഷ്ഠാനം മാത്രമായി പോകുന്നില്ലേ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അതിലൂടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ കേവലം ഭക്താനുഷ്ഠാനത്തിനു വേണ്ടി മാത്രമുള്ളതാകരുത്, വെറും കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി മാത്രമുള്ളതാകരുത്. മറിച്ച് അതിലൂടെ എൻ്റെയും മറ്റുള്ളവരുടെയും വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്രകാരമുള്ള ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരിക, പരിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ സാന്നിധ്യം കൂദാശാപരമായ സാന്നിധ്യമാണ്. അദൃശ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൃശ്യമായ ഒരു തിരുവോസ്തിയിലൂടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം നമ്മിൽ ഓരോരുത്തരിലുമുള്ള അവിടുത്തെ സാന്നിധ്യം ഉയർത്താനും ഉറപ്പിക്കാനും ഉതകുന്നതാകണം. എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എന്നെ ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നും ഡെയിലി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പാകത്തിന് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ചൊരുങ്ങി പാപലേശമില്ലാതെ പോകണമെന്നും തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർത്തിരിക്കണം, ഇപ്രകാരം ഞാനും നിങ്ങളും കർത്താവിലൊന്നായിത്തീരുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തെ ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ സഹായിക്കേണ്ടത്.
പരിശുദ്ധ കുർബാനയുടെ കൂദാശ അനുഭവം ഈശോയുമായുള്ള പരസ്പര സഹവാസത്തിൽ നമ്മെ വളർത്തുന്നതാകണം. പരസ്പരമുള്ള സഹവാസം, ചേർന്നു നിൽക്കൽ, ഒപ്പമുണ്ടാകൽ എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന വചനം എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു വാക്യം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ബൈഹാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കേ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും, ആ വചനം അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായം 56-ാമത്തെ തിരുവചനം: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറയാൻ അർത്ഥം എന്താ? ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയുമായി എപ്പോഴും ഒന്നിച്ചു വസിക്കുന്ന, ഒന്നിച്ചു ജീവിക്കുന്ന ഒരനുഭവത്തിൽ നാം എത്തേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. അതുവഴിയായി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും മാറുമെന്നാണ് ഈ വചനഭാഗം സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ബോധപൂർവം ഈശോയോടൊത്തായിരിക്കുവാൻ അനുദിനം കുറേ സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. ഈശോയുടെ കൂടെ ഏകാന്തതയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നവരാകണം നമ്മൾ. നമുക്കൊരു പക്ഷേ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകും. ചിലപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പള്ളികളിൽ പോകുന്നവരായിരിക്കും. എന്നാൽ വ്യക്തിപരമായി കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? ഞങ്ങളുടെ പോട്ട ആശ്രമത്തിലാകട്ടെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാകട്ടെ, ലോകമെമ്പാടുമുള്ള വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രങ്ങളിലാകട്ടെ, മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലാകട്ടെ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്: ദിവ്യകാരുണ്യ ആരാധന, പെർപ്പച്വൽ അഡോറേഷൻ, നിത്യാരാധനയായി എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നവർ, നമ്മൾ കൺവെൻഷനുകൾക്കും മറ്റും ചില ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഫലപ്രദമായ ഒരിടത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദേവാലയത്തിലോ ചാപ്പലിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്രകാരം കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ സമയം ചിലവഴിക്കുന്നത് വഴിയായി ദൈവികമായ വലിയ കൃപാവരത്തിലേക്ക് നമ്മൾ വളരുക. ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു ദൈവത്തിൻ്റെ ഈ സാന്നിധ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഒഴിവാക്കി കളയരുത്, മാറ്റിവെക്കരുത്, കോംപ്രമൈസുകൾക്ക് തയ്യാറാകരുത്. കാരണം ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥനയിൽ നാം ഉൾക്കൊള്ളുന്നത്. കർത്താവുമായി സ്നേഹ സാന്നിധ്യത്തിലായിരിക്കുന്ന അവസ്ഥ. ഇപ്രകാരം കർത്താവുമായുള്ള സ്നേഹ സാന്നിധ്യത്തിൽ വസിക്കാൻ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഈശോയുടെ ജീവിതത്തിൽ പതിവായി പോയിരുന്നു എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളിലേക്കാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഈശോ പതിവായി പോയിരുന്നു. 2 സ്ഥലങ്ങളിലേക്കാണ് അവൻ പതിവായി പോയിരുന്നത്. ഒന്നാമത്തേത് സിനഗോഗിലേക്കാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനം: പതിവ് പോലെ അവൻ സിനഗോഗിലേക്ക് വന്നു എന്ന് അർത്ഥം എന്താ? അവൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്നവനാണ്, പതിവ് പോലെയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും പോയിരുന്ന ഒരു സ്ഥലമാണ് പ്രാർത്ഥനാലയം. സിനഗോഗിൽ പോയി യഹൂദനായ കർത്താവ് പ്രാർത്ഥിക്കുന്നു, യഹൂദ റബ്ബിമാരോടൊപ്പം. രണ്ടാമതായി അവൻ പോയിരുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? പതിവായിട്ട് ഒലിവ് മലയിലേക്ക് പോയി എന്ന് ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഒലിവ് മലയിലേക്ക് പോയി തന്നെത്താൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊരു വിജന പ്രദേശത്തേക്ക് പോയി എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇതൊക്കെയും വ്യക്തമാക്കുന്നത് എന്താ?
അവൻ സിനഗോഗിൽ പോയതായാലും ശരി, ഒലിവുമലയിലേക്ക് പോയതായാലും ശരി, ഇവ രണ്ടും ഈശോയുടെ പ്രാർത്ഥനാ വേദികളാണ്. ഒന്ന് പൊതു പ്രാർത്ഥനാവേദിയാണെങ്കിൽ രണ്ടാമത്തേത് വ്യക്തിപരമായ പ്രാർത്ഥനാവേദിയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളും ആവശ്യമുണ്ട്. ഞങ്ങളുടെ അച്ഛന്മാർ സന്യാസ വൈദികരായതുകൊണ്ട് തന്നെ സമൂഹങ്ങളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമത്തിൽ ഒരു പക്ഷേ 4, 5, 6, 8, 10 അച്ഛന്മാരൊക്കെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. സിസ്റ്റേഴ്സും അങ്ങനെ തന്നെ. ഞങ്ങളുടെ റിലീജിയസ് ലൈഫിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിലീജിയസ് ലൈഫ് ഈസ് ലീവ്ഡ് ഇൻ കമ്മ്യൂണിറ്റീസ് എന്നതാണ്. സമൂഹത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമൂഹ പ്രാർത്ഥനകളുണ്ട്. കൂട്ടപ്രാർത്ഥന എന്ന് പറയും. രാവിലെ മോർണിംഗ് പ്രയർ, പ്രഭാത പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കൂടി ചൊല്ലാറുണ്ട്. മിഡ് ഡേ പ്രയർ ഉണ്ട്, ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഉച്ചഭക്ഷണത്തിന് പോകുന്നതിന് മുൻപ്. വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. അത്താഴമൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിന് വേണ്ടി, രാത്രി ഉറക്കത്തിന് വേണ്ടി പോകുന്നതിന് മുൻപ് നിശാ പ്രാർത്ഥന, നൈറ്റ് പ്രയറിന് വേണ്ടി ഒരുമിച്ച് കൂടാറുണ്ട്. ഇപ്രകാരം പ്രിയപ്പെട്ട സമൂഹത്തിൽ പൊതുവായി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകൾ മാത്രം പോരാ എന്ന് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സഭാപിതാക്കന്മാർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയും സമൂഹ പ്രാർത്ഥനയും രണ്ടും കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഈശോ സിനഗോഗിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അവൻ്റെ സമൂഹ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പൊതു പ്രാർത്ഥനയുടെ വേദിയായും, രണ്ടാമത്തേത് അവൻ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒലിവുമലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ഏകാന്തതയിലുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയായി കാണുന്നതിൻ്റെയും കാരണം അതാണ്. കമ്മ്യൂണിറ്റി പ്രയർ ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ പ്രയർ. ഇത് രണ്ടും നമുക്ക് മാതൃകയാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഈശോ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല, ഗത്സമൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? അവന് വലിയ വേദനയുണ്ടായി, മരണവേദന, മരണമുഖാഭിമുഖം കാണുന്നു. അവൻ മരിക്കാനായി വിധിക്കപ്പെടാൻ, വിട്ടുകൊടുക്കപ്പെടാൻ പോകുന്നു. അവനെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോൾ തീവ്രവേദനയാൽ ഈശോ ഗത്സമൻ തോട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു അവനെ സംബന്ധിച്ച്. ഇപ്രകാരം ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാകണമെന്ന് തിരുസഭാ മാതാവ് ഈ തിരുവചനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയിൽ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലും സഹവാസത്തിലുമായിരുന്നു കൊണ്ട് അസ്വസ്ഥമായ മനസ്സിന് ശാന്തി കണ്ടെത്തുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈശോയ്ക്ക് ഇപ്രകാരം ദൈവ സാന്നിധ്യത്തിൽ പിതാവുമായുള്ള ബന്ധത്തിൽ ശാന്തി കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അപ്രകാരം തന്നെ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ ശാന്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഒന്നാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാകണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ തിരുവചന ഭാഗം എന്ന് പറയുകയാണ്. കാരണം എന്താണെന്നറിയാവോ? അസ്വസ്ഥമായ മനസ്സിൽ ശാന്തി കണ്ടെത്താൻ ദൈവ സാന്നിധ്യം നമുക്ക് ഉപകരിക്കും. ചിലപ്പോഴെങ്കിലുമൊക്കെ ഏകാന്ത ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയും. മെഡിറ്റേഷന് വേണ്ടി പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഭജൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ആവർത്തിച്ച് ഭജൻ പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാറ്. എന്തിനാണെന്നറിയാവോ? ഏകാന്തതയും ഏകാഗ്രതയും ഉള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് വഴിയായി നമുക്ക് മനസ്സിന് ശാന്തി കണ്ടെത്താൻ സാധിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ശാന്തിയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സുസ്ഥിതിയുണ്ടാകും എന്ന് മനസ്സിലാക്കുക. യേശു കർത്താവ് എപ്രകാരമാണോ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ സ്വസ്ഥമായി ശാന്തതയോടുകൂടെ ഇരുന്നത്,
അതുപോലെ ഓരോ ക്രൈസ്തവനും ജീവിത വ്യഗ്രതയുടെ മധ്യേ ഇടയ്ക്കിടെ മാറിപ്പോയി ഈശോയുടെ സ്നേഹ സാന്നിധ്യവും സഹവാസവും അനുഭവിച്ച് മനസ്സിൻ്റെ ശാന്തത നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. എത്രമാത്രം കൊലപാതകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിൽ കേൾക്കുന്നത് അല്ലേ? മനുഷ്യൻ അശാന്തനായി ഇങ്ങനെ നടക്കുക, അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ശാന്തിയിലേക്ക്, സ്വസ്ഥതയിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിന് പ്രാർത്ഥന ഉപകരിക്കും, ധ്യാനം ഉപകരിക്കും, ദൈവചിന്തകൾ ഉപകരിക്കും. കാരണം ദൈവ സാന്നിധ്യത്തിലുള്ളവർക്ക് അസ്വസ്ഥനാകാൻ പറ്റിയല്ല. സ്വസ്ഥതയിൽ, സുസ്ഥിതിയിൽ, ശാന്തിയിലായിരിക്കാൻ കർത്താവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.